ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 5ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസു അൻ നജാസാത്തുൽ മഅഫൂവു അൻഹാ. അതിൻ്റെ അർത്ഥം ഇളവ് നൽകപ്പെടുന്ന നജസ്സുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ നജസിൽ നിന്ന് ശുദ്ധീകരിക്കൽ. അതുകൊണ്ട് തന്നെ നിസ്കാരം ശരിയാവണമെങ്കിൽ നാം നജസ്സുകളെക്കുറിച്ച് പഠിക്കൽ അത്യാവശ്യമാണ്. നജസ്സുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇളവുള്ള നജസ്സുകൾ 4 വിധമാണ്. വെള്ളത്തിൽ ഇളവുള്ളവ, ഭക്ഷണത്തിൽ ഇളവുള്ളവ, നിസ്കാരത്തിൽ ഇളവുള്ളവ, നിരുപാധികം ഇളവുള്ളവ. ഈ 4 നജസ്സുകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പാഠം വായിക്കാം. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞു എല്ലാവരും മസ്ജിദിലേക്ക് നടന്നു. ളുഹ്റിൻ്റെ സമയമായി. എൻ്റെ നിസ്കാരം ശരിയാവുമോ? രക്തം പുരണ്ട ഡ്രസ്സ് കാണിച്ച് ഇക്ബാൽ ചോദിച്ചു. ശരിയാവും, ഇത് ഇളവുള്ള നജസാണ്, ഉസ്താദ് പ്രതികരിച്ചു. നിസ്കാര ശേഷം ഉസ്താദ് പറഞ്ഞു, നജസ്സുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഇളവുള്ള നജസ് 4 വിധമാണ്. കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എൻ്റെ നിസ്കാരം ശരിയാവുമോ എന്ന് ഇക്ബാൽ ചോദിച്ചപ്പോൾ അവൻ്റെ രക്തം പുരണ്ട ഡ്രസ്സ് കാണിച്ച് ഇക്ബാൽ ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഇത് ഇളവുള്ള നജസാണ്, നിസ്കാരം ശരിയാവും. ഇനി നമുക്ക് ഇളവുള്ള നജസ്സുകൾ 4 വിധമാണ്. ഏതെല്ലാമാണ്? വെള്ളത്തിൽ ഇളവുള്ളവ, ഭക്ഷണത്തിൽ ഇളവുള്ളവ, നിസ്കാരത്തിൽ ഇളവുള്ളവ, നിരുപാധികം ഇളവുള്ളവ. ഈ 4 നജസ്സുകളാണ്. മത്സ്യം, അട്ട പോലുള്ള ജലജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളവയാണ്. ഇവ വീണ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ജലജീവികളുടെ കാഷ്ടം, ജലത്തിൽ ജീവിക്കുന്ന ജീവികളുടെ കാഷ്ടം, മത്സ്യം, അട്ട പോലുള്ള ചെറിയ ജീവികളുടെ കാഷ്ടം. അതുപോലെ തന്നെ മൂട്ട, കൊതുക് എന്നിവയുടെ ശവം ഒലിക്കുന്ന രക്തമില്ലാത്തതായിരിക്കണം. ഒലിക്കുന്ന രക്തം, അതിൽ നിന്ന് രക്തം ഒലിക്കാൻ പാടില്ല. തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളവയാണ്. ഇവ വീണ വെള്ളം ശുദ്ധീകരണത്തിന് നമുക്ക് ഉപയോഗിക്കാം. മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. മാംസം നന്നായി കഴുകിയതിന് ശേഷവും മാംസത്തിൽ രക്തം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന മാലിന്യം. വളരെ ചെറിയ മത്സ്യങ്ങളുടെയൊക്കെ വയറ്റിൽ ചെറിയ മാലിന്യം കഴുകിക്കഴിഞ്ഞാലും ഉണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം, ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. നമുക്ക് നിസ്കാരത്തിൽ ഇളവുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം. മൂട്ട, കൊതുക് അതിൻ്റെയൊക്കെ രക്തം, പക്ഷെ ഒലിക്കുന്ന രക്തം പാടില്ല. ഊന് പൊട്ടി വരുന്ന രക്തം, പല്ലിൻ്റെ മേൽഭാഗത്തിനാണ് ഊന് എന്ന് പറയുക, അവിടുന്ന് പൊട്ടി വരുന്ന രക്തം. ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം, ചെറിയ ജീവികളായ ഈച്ച, പാറ്റ, കടന്നലിൻ്റെയൊക്കെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. സ്വന്തം ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവൻ്റെ പ്രവർത്തനം കൂടാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്. അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറഞ്ഞതിന് മാത്രമേ അഫുള്ളൂ. ഇനി സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ചോരക്കുരു, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചോരക്കുരു പോലത്തെ വല്ല കുരുകളുണ്ടായാൽ അത് പൊട്ടി വരുന്ന രക്തം ഡ്രസ്സിലോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് അഫുവുണ്ട്, ഇളവുണ്ട്. അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ, അതായത് കുരു പൊട്ടിച്ച് രക്തം അതിൽ നിന്ന് വന്നാൽ കുറഞ്ഞതിന് മാത്രമേ, കുറച്ച് രക്തമാണെങ്കിൽ മാത്രമേ ഇളവുള്ളൂ. തനിയെ കുരുവിൽ നിന്ന് രക്തം വന്നാൽ അതിന് ഇളവുണ്ട്. എന്നാൽ കുരു പൊട്ടിച്ചാൽ അതിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തത്തിന് മാത്രമേ നിസ്കാരത്തിൽ ഇളവുള്ളൂ. ഈച്ചയുടെ കാലിലെ നജസ്, മറ്റു നജസ്സുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക മുതലായവ എല്ലായിടത്തും ഇളവുള്ളവയാണ്.
എന്നാൽ ഈച്ചയുടെ കാലിലെ നജസ് മറ്റു നജസ്സുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക നജസ്സുകളുടെ വളരെ ചെറിയ നജസ്സാണെങ്കിൽ എല്ലായിടത്തും ഭക്ഷണത്തിലും നിസ്കാരത്തിലും വെള്ളത്തിലും എല്ലാം ഇളവുള്ളവയാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. ഇനി കോളം നോക്കാം. ലാ തസിഹു സ്വലാത്തു ബിൻ നജസി, നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. 1 നെസിലു, 1 വെള്ളത്തിൽ ഇളവുള്ള നജസ്, നിസ്കാരത്തിൽ ഇളവുള്ള നജസ്, നിരുപാധികം ഇളവുള്ള നജസ്. നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. 1 വെള്ളത്തിൽ ഇളവുള്ള നജസ്, അതിന് ഉത്തരം ബി അട്ടയുടെ കാഷ്ടം. ബി അട്ടയുടെ കാഷ്ടം. 2 നിസ്കാരത്തിൽ ഇളവുള്ള നജസ്, ലെറ്റർ സി സ്വന്തം രക്തം. 3 നിരുപാധികം ഇളവുള്ള നജസ്, എ ഈച്ചയുടെ കാലിലെ നജസ്. 2 നംലഉൽ ഫറ പൂരിപ്പിക്കുക. 1 സ്വന്തം ശരീരത്തിൽ നിന്ന് അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ ഡേഷിനു മാത്രമേ അഫുള്ളൂ. അതിൻ്റെ ഉത്തരം കുറഞ്ഞതിന് മാത്രമേ അഫുള്ളൂ. 2 ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡേഷ് ഭക്ഷണത്തിൽ ഇളവുണ്ട്. ഉത്തരം മാലിന്യത്തിന്. 3 കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് ഡാഷ് ഇളവുണ്ട്. അതിൻ്റെ ഉത്തരം എല്ലായിടത്തും ഇളവുണ്ട്. ഉത്തരം എല്ലായിടത്തും. 4 മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് ഡാഷ് ഇളവുണ്ട്. അതിൻ്റെ ഉത്തരം ഭക്ഷണത്തിൽ ഇളവുണ്ട്. അടുത്തത് നക്തുബ് എഴുതുക, അതുപോലെ നോക്കി എഴുതുക. നജാസാത്തുൽ മാഫൂവു അൻഹാ, നജസുൻ സൂക്ഷ്മം അല്പം, ആമീൻ ഉസ്താദ് ഇഖ്ബാൽ അമലുൻ സമക്കുൻ. ധാന്യം മാലിന്യം ജലജീവി പള്ളി സ്പെഷ്യൽ. അത് അതുപോലെ നോക്കി വൃത്തിയായി എഴുതിയെടുക്കുക. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ